ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സെക്ഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കുറച്ചു കാലം മുമ്പ് പഠിച്ച സംഭവമാണ് ബുള്ളിഷ് ഉണ്ട്, ബെയറിഷ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് ഈ ബുള്ളിഷ് ബെയറിഷ് ആവുന്നതും അതുപോലെ തന്നെ ബെയറിഷ് ബുള്ളിഷ് ആവുന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളെ ട്രേഡിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബുള്ളിഷ് ജേണിയിൽ അല്ലെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റിൽ നിങ്ങൾ ഓൺലി ബുള്ളിഷ് എൻട്രീസ് മാത്രം എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ബിസിസിനും അതുപോലെ തന്നെ ലോസിനെയാണ്. അതുപോലെ തന്നെ ബെയറിഷിലും നിങ്ങൾ സിബിനും അതുപോലെ തന്നെ ഹൈസിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ബെയറിഷ് ബുള്ളിഷ് ആവുന്നതും അതുപോലെ തന്നെ ബുള്ളിഷ് ബെയറിഷ് ആവുന്നതും നമുക്ക് നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. സോ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, നേരെ ചാർട്ടിലോട്ട് പോകും. മാർക്കറ്റിൽ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ട്രെൻഡ്സ് ഉണ്ട്. നമ്മൾ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് വൺ ബുള്ളിഷ് ട്രെൻഡ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് ബെയറിഷ് ട്രെൻഡ് ആവും നമുക്ക് ഫസ്റ്റ് നോക്കാം. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എക്സാക്ട്ലി ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണോ, നമ്മൾ ICT കോൺസെപ്റ്റ്സ് പ്രകാരം ആണോ നമുക്ക് നോക്കാം. ICT ആൻഡ് ആൾസോ SMC. അപ്പോൾ ഇങ്ങനെയാണ് ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാവുക അല്ലേ. ആൻഡ് അതുപോലെ തന്നെ നമ്മളെ സ്വിംഗ് ഹൈ സിംഗിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിനെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ എന്താവും, അതൊരു BOS ആയി മാറും അല്ലേ. അപ്പോൾ ഇവിടുത്തെ എവരി ഹൈ എന്ന് പറഞ്ഞാൽ BOS ആണ്. ഓക്കെ, യെസ്, എവരി BOSനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇത് എപ്പോൾ ബെയറിഷ് ട്രെൻഡ് ആവും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ട്രെൻഡിലെ ഹയർ ഹൈ ഹയർ ലോ, ആ ഒരു ഹയർ ലോനെ ഇൻറ്റൻസീവായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് വിത്ത് ഇൻറ്റൻഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിന്റെ പേരാണ് MSS, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു MSS വെച്ച് മാത്രം നമുക്ക് ഒരു ബുള്ളിഷ് ബെയറിഷ് ആയി എന്ന് പറയാൻ പറ്റില്ല. MSS നമുക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് ഒരു 60% മാർക്കറ്റ് ബുള്ളിഷിൽ നിന്ന് ബെയറിഷ് ആയി എന്ന് പറയാൻ പറ്റും, 60 ആൻഡ് എബവ്. ഇതിലേക്ക് പ്ലസ് നമുക്കൊരു BOS കൂടെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച പോലെ തന്നെ സിംഗ് ലോനോടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% മാർക്കറ്റ് ബുള്ളിഷിൽ നിന്നും ബെയറിഷ് ആയി എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് ബുള്ളിഷ് ബെയറിഷ് ആവുന്ന കേസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവസാനത്തിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെയറിഷിൻ്റെ നോക്കാം. ബെയറിഷിൻ്റെയും സെയിം സിനാരിയോ ആണ്. നമ്മൾ മാർക്കറ്റ് എങ്ങനെ പോവാം, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ. അപ്പോൾ നേരത്തെ നമുക്ക് എന്താ അവിടെ ബ്രേക്ക് ചെയ്യേണ്ടത്, മാർക്കറ്റ് ഹയർ ലോനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ വരക്കട്ടോ. ഇതൊക്കെ നമ്മൾ BOS ആണ്. മാർക്കറ്റ് എവരി സിംഗ് ലോനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതെന്താണ്, നമുക്ക് BOSകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ബ്രേക്ക് ചെയ്യേണ്ടത്, നമ്മളെ ബെയറിഷ് ബുള്ളിഷ് ആവണമെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഹയർ ലോ ആണ്. അപ്പോൾ ഇവിടെ എന്താവും, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോവർ ലോ ലോവർ ഹൈ ആവും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ലോവർ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 60% മാർക്കറ്റ് ബെയറിഷിൽ നിന്നും ബുള്ളിഷായി മാറി. ആൻഡ് ആ ഒരു ബ്രേക്കിൻ്റെ പേരാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അഥവാ MSS. ആൻഡ് അതിൻ്റെ ഒപ്പം നമുക്കൊരു BOS കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ബുള്ളിഷായി എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. സോ നിങ്ങളൊരു പുതിയ ടേം പഠിക്കണം, ഒരു പുതിയ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു, MSS എന്നുള്ള. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ലൈവ് മാർക്കറ്റിലെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബുള്ളിഷ് ട്രെൻഡിലാണ് അല്ലേ. ഇത് എപ്പോൾ ബെയറിഷ് ട്രെൻഡായി നമുക്ക് ഇനി നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഹയർ ലോ, അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹയർ ലോ. അപ്പോൾ ഈ ഒരു ഹയർ ലോനെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് വിറ്റ് ഇൻറ്റൻഷൻ ബ്രേക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞതുപോലെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് എപ്പോഴും വേണം. ആ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബോഡി വെച്ച് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാം, അതാണ് ഇൻറ്റൻഷണൽ ബ്രേക്കിംഗ്. സോ നമുക്ക് എന്തായി, മാർക്കറ്റ് ഒരു MSS തന്ന്, ആൻഡ് ദെൻ എന്താക്കി, മാർക്കറ്റ് നമുക്കൊരു BOS കൂടെ തന്ന്. സോ ദാറ്റ് മീൻസ് മാർക്കറ്റ് എന്തായി, ബെയറിഷ് ട്രെൻഡിലാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ജസ്റ്റ് ഒരു രണ്ട് കാര്യം ഞാൻ ആഡ് ഓൺ ആക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് മേ ബി ഒരു ഡൗട്ട് വരും, ബ്രോ ഇതല്ല ഇവിടുത്തെ MSS വരിക, കാരണം ഇതല്ല ഇവിടുത്തെ ഒരു ഒന്നുകൂടെ വലുപ്പമുള്ള ലോ, നിങ്ങൾക്ക് മേ ബി ഡൗട്ട് വരാം. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ സ്ട്രക്ചർ വരക്കുകയാണ്, ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ വരക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹയർ ഹൈ ഹയർ ലോ, ദെൻ ഇവിടെ ഒരു ഹൈ ഇല്ല,
ഈ ഒരു ഹയർ ലോനെ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഈ ഒരു 3 ബാർ സിംഗ് ലോന്റെ ലിക്വിഡിറ്റി എടുക്കാൻ വന്നൊരു എന്താ പറയാ മാനിപ്പുലേഷൻ ലോ ആണിത്, അല്ലാതെ നമുക്കൊരു സ്ട്രക്ചറിലുള്ള ഒരു ലോ നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിനെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത്. സോ ഫസ്റ്റ് കാര്യം അത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 80% നമുക്ക് ഉറപ്പായിട്ടുള്ള മാർക്കറ്റ് ബെയറിഷിലോട്ടായി എന്നുള്ള കാര്യം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു BOSനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് 100% നമ്മളെ ബെയറിഷിലോട്ട് മാറി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും നമ്മളെ ബെയറിഷ് ട്രെൻഡ് വരക്കുമ്പോൾ മാർക്കറ്റിൽ ഞാൻ വരക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് അറിയില്ല, ഒരു പുൾ ബാക്ക് ഉണ്ട്. അഫ്കോഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് കണ്ടോ, ഒരു ലോവർ ലോ ഉണ്ടാക്കിയിട്ട് ഒരു പുൾ ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ നേരെ മാർക്കറ്റ് പോയി ഇന്റൻഷനോട് കൂടി ആ BOSും MSും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു BOS ബ്രേക്ക് ചെയ്തതിന് മുമ്പായിട്ട് നമുക്കൊരു പുൾ ബാക്ക് തന്നിട്ടില്ല, ഡയറക്റ്റ്ലി പോയി ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്തായി, നമുക്കതൊരു പ്രോപ്പർ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റൂല. നമുക്ക് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് ബെയറിഷിലോട്ട് മാറി എന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് എന്താ ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മീൻസ് അത് നമ്മളെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു ലെവലിലെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബെയറിഷിലോട്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ ബുള്ളിഷ് ബെയറിഷ് ആവുന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞു. ആൻഡ് അതിൽ തന്നെ നിങ്ങൾക്ക് 2 ഇൻസൈറ്റ് ഞാൻ പറഞ്ഞു. ഈ ഒരു എന്തുകൊണ്ട് ഇത് കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇതിന് 80% മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ബെയറിഷ് ബുള്ളിഷ് ആവുന്നത് നോക്കാം. ഇവിടെ തന്നെ ഒരു പ്രോപ്പർ എക്സാമ്പിൾ ഉണ്ട്. ആൻഡ് അതിൽ തന്നെ നമുക്ക് യെസ് നമ്മൾ നോക്കുമ്പോൾ ഏതായിരിക്കും ഞാൻ പറഞ്ഞ നമ്മളെ ബെയറിഷ് ബുള്ളിഷ് ആവുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, MS ആയിട്ട് ലോവർ ഹൈ ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ലോവർ ഹൈ ഇതാകും. അപ്പോൾ ഈ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക്, ഒരു മിനിറ്റ്, യെസ് അതിനെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഇന്റൻഷൻ വേസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മേ ബി ക്വസ്റ്റ്യൻ വരാം, ബ്രോ ഇവിടെ ഒരു ഹൈ ഇല്ലേ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് MS ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചറലി അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഹൈ ആണ്. കണ്ടോ നമ്മൾ വരക്കുമ്പോൾ ലോവർ ലോ, ലോവർ ഹൈ, ദെൻ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള വരക്കാൻ പോണ ലോവർ ലോ. ഇത് നിങ്ങൾ മാർക്കറ്റിൽ നിൽക്കാതെ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സേർട്ടൻ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഇപ്പം നിങ്ങൾ അതിൻ്റെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇവിടെ എന്തായി, മാർക്കറ്റ് ഒരു പ്രോപ്പർ BOS ബ്രേക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഒരു പ്രോപ്പർ BOS ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം 80% ബുള്ളിഷായി മാറിയിട്ടുള്ളൂ. ഇതൊരു പുൾ ബാക്കിന് ശേഷമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പം നമുക്ക് ആഫ്റ്റർ പുൾ ബാക്കിന് ശേഷം നമുക്ക് വേറൊരു ബ്രേക്ക് വരുന്നുണ്ട്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ് ബുള്ളിഷിലോട്ടായി മാറി, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് വന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ BOSന് മുമ്പായിട്ട് നമുക്കൊരു പുൾ ബാക്കും വേണം. അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിലെ എക്സ്പീരിയൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന MSs ഒരു പ്രോപ്പർ സ്ട്രക്ചറൽ വൈസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു നല്ല MS ആണ്. സോ നമ്മൾ 2 എക്സാമ്പിൾസ് നോക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇത് നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു MSs BOS അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഏത് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ കുറേ ആൾക്കാർക്ക് പ്രശ്നം വരാറുണ്ട്. സോ ഇതാണ് നമ്മൾ ടെക്നിക്കൽ വൈസിൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കാറ്. സോ എനിക്ക് ആ ഒരു എന്താണ് ട്രെൻഡ് അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം ട്രെൻഡ് എന്നുള്ള കാര്യം നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. ഇനി നിങ്ങൾ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.